നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ബ്രസീലിയൻ സൂപ്പർ താരം ഓസ്കാർ എങ്ങോട്ടേക്ക് എന്നുള്ളതിന് ഉത്തരവായിരിക്കുന്നു. ചൈന വിട്ട താരം ബ്രസീലിയൻ ഫുട്ബോളിലേക്ക് തന്നെ മടങ്ങിയെത്തുന്നു. ആദ്യ ഘട്ടത്തിൽ അദ്ദേഹം ബ്രസീലിലേക്ക് എത്താൻ താല്പര്യമില്ല എന്നാണ് അറിയിച്ചിരുന്നത്. അതൊരു ഫാമിലി ഡിസിഷനാണ്. ഇമ്മീഡിയറ്റ്ലി ബ്രസീലിയൻ ഫുട്ബോളിലേക്ക് ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിലും അദ്ദേഹം ഇപ്പോൾ സാവോ പോളോയിലേക്ക് തന്നെ എത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ മുൻ ക്ലബ്ബ് സാവോ പോളോയിലേക്ക് അദ്ദേഹം എത്തുന്നു എന്ന് മാത്രമല്ല, 3 വർഷത്തെ കരാറിലാണ് ഒപ്പിടുന്നത് എന്ന് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നു. ഗ്ലോബോയുടെ റിപ്പോർട്ടിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അതായത് ഇന്നത്തെ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് സൈനിങ് പൂർത്തിയാകും. അതിൻ്റെ ഒഫീഷ്യൽ വിവരങ്ങൾ പുറത്തു വരാൻ സാധ്യതയുണ്ട് എന്നുകൂടി ഇപ്പോൾ കൃത്യമായിട്ട് ഗ്ലോബോ അറിയിക്കുന്നുണ്ട്. അതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. അതിൽ പറയുന്നത് എങ്ങനെയാണ്: മിഡ്ഫീൽഡർ ഓസ്കാർ സാവോ പോളോ ജേഴ്സിയിൽ വീണ്ടും കളിക്കാനിറങ്ങും. അദ്ദേഹം ഇപ്പോൾ വെക്കേഷനിൽ ബ്രസീലിലാണ് ഉള്ളത്. അപ്പം ആ സൈനിങ്ങുമായി ബന്ധപ്പെട്ട ഫൈനൽ ഡീറ്റെയിൽസ് അവർ കംപ്ലീറ്റ് ചെയ്യുകയാണ്. എന്തായാലും അദ്ദേഹം കഴിഞ്ഞ ദിവസം ടീമിൻ്റെ കോച്ചിങ് സെൻറ്ററിലും ട്രെയിനിങ് സെൻറ്ററിലും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ സൂചനകളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒടുവിൽ താരം സാവോ പോളോയിലേക്ക് തന്നെ എന്ന കാര്യം ഉറപ്പായിരിക്കുന്നു. 3 വർഷ കരാറിലാണ് അദ്ദേഹം സാവോ പോളോയിലേക്ക് എത്തുക എന്നുകൂടി ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നു. തീർച്ചയായിട്ടും ഇത് പല ബ്രസീലിയൻ ആരാധകരെയും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 33 വയസ്സാണ് ഇപ്പോൾ ഓസ്കാറിനുള്ളത്. അദ്ദേഹം യൂറോപ്യൻ ഫുട്ബോളിൽ ചെൽസിക്ക് വേണ്ടി നീണ്ടകാലം കളിക്കുകയുണ്ടായി. അതിനുശേഷമാണ് വളരെ അപ്രതീക്ഷിതമായിട്ട് 2017 ചൈനീസ് ക്ലബ്ബായിട്ടുള്ള ഷാങ്ഹായ് പോർട്ടിലേക്ക് പോയത്. ആ സമയത്ത് ചൈനയിലേക്ക് സൂപ്പർ താരങ്ങളുടെ ഒരു ഒഴുക്കായിരുന്നു. അതിനെ തുടർന്നാണ് അദ്ദേഹം ഷാങ്ഹായ് പോർട്ടിലേക്ക് പോയത്. ഇപ്പോൾ 2024 അവസാനത്തോടു കൂടി അവിടെ വിടുകയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. 2025 മുതൽ സാവോ പോളോയിൽ തന്നെ നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ സീനിയർ കരിയർ ആരംഭിച്ചത് സാവോ പോളോയിലൂടെ ആയിരുന്നു. 2008 മുതൽ 2010 വരെ അദ്ദേഹം അവിടെ കളിച്ചിട്ട് പിന്നെ ഇൻ്റർനാഷണലിലേക്ക് പോവുകയും അതിനുശേഷം 2012 ചെൽസിയിലേക്ക് പോവുകയുമാണ് ചെയ്തത്. ബ്രസീലിൻ്റെ അണ്ടർ 20, അണ്ടർ 23 ടീമുകൾക്കൊക്കെ കളിച്ച അദ്ദേഹം 2011 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിൽ ബ്രസീലിനായിട്ട് 48 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. മധ്യനിരയിലെ സുപ്രധാന താരമായിരുന്നു അദ്ദേഹം ബ്രസീലിന്. പക്ഷേ ചൈനയിലേക്ക് പോയതോടെ ആ ഒരു കരിയർ അവിടെ തീരുകയായിരുന്നു. ഇനിയിപ്പോൾ ബ്രസീലിയൻ ലീഗിൽ വീണ്ടും മിന്നിക്കത്തി കളിച്ചാൽ അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ കവാടം തുറക്കുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.